നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. മഞ്ഞുമൽ ബോയ്സ് എന്ന സമീപകാല ഹിറ്റ് ചിത്രത്തിലൂടെ മലയാളിയുടെ വർത്തമാനങ്ങളിൽ ഗുണ കേവ് ഇടം പിടിച്ചു കഴിഞ്ഞു. ഗുണ കേവിന്റെ ഭീകരതയെക്കുറിച്ച് അടുത്ത കാലത്ത് ഒരു തവണയെങ്കിലും സംസാരിക്കാത്തവർ വിരളമായിരിക്കും. എന്നാൽ ഇന്നുവരെ കേട്ട കഥകൾ വെച്ച് നോക്കുമ്പോൾ ഗുണ കേവ് പോലെ അതിനേക്കാളോ ഭയാനകവും ഭീകരവുമായ മറ്റൊരിടം ഈ ലോകത്തുണ്ട്. മരങ്ങൾ തിങ്ങി നിറഞ്ഞ് ഒരു കൊടുംവനം. ഈ വനത്തിനുള്ളിലേക്ക് കയറിപ്പോയവരിൽ വിരലിൽ എണ്ണാവുന്നവർ മാത്രമാണ് തിരിച്ചു വന്നിട്ടുള്ളത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. വൃക്ഷസാഗരമെന്നും ആത്മഹത്യാ വനമെന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. ഈ വനം ഏതാണെന്നറിയണ്ടേ? ജപ്പാനിലെ അവോക്കി ഗഹര വനമാണ് ഇത്. ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ആത്മഹത്യ ചെയ്യാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലങ്ങളിൽ 2ാം സ്ഥാനമാണ് ഈ വനത്തിന്. 1ാം സ്ഥാനത്ത് US-ലെ ഗോൾഡൻ ഗേറ്റ് പാലമായിരുന്നു. ഈ പാലത്തിൽ ഇപ്പോൾ ആത്മഹത്യാ ശ്രമങ്ങൾ തടയാനായി അധികൃതർ വലകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ആത്മഹത്യക്കെതിരെയുള്ള അവബോധങ്ങൾ ഉൾപ്പെടുന്ന ബോർഡുകളും പോസ്റ്ററുകളുമൊക്കെ അവോക്കി ഗഹര വനത്തിനു പുറത്ത് ജപ്പാനീസ് അധികൃതർ സ്ഥാപിച്ചിട്ടുണ്ട്. കാരണം ഈ വനത്തിന്റെ അന്തരീക്ഷം കാണുമ്പോൾ തന്നെ ആളുകളിൽ അത്തരം ചിന്തകൾ ഉണ്ടാകുമെന്നാണ് അധികൃതർ പറയുന്നത്. 35 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണത്തിൽ വ്യാപിച്ചു കിടക്കുന്ന അവോക്കി ഗഹരയിലേക്ക് ജപ്പാന്റെ തലസ്ഥാന നഗരമായ ടോക്കിയോയിൽ നിന്ന് 2 മണിക്കൂർ യാത്രയുണ്ട്. വൃക്ഷങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നതിനാൽ ഈ കാട് മരങ്ങളുടെ സമുദ്രമെന്നും അറിയപ്പെടാറുണ്ട്. ഇവിടെ വലിയ തോതിൽ കാന്തിക മൂലകങ്ങളുടെ നിക്ഷേപമുണ്ട്. അഗ്നിപർവ്വത പ്രവർത്തനങ്ങളാൽ ഉണ്ടായതാണിത്. അതിനാൽ വടക്കുനോക്കി യന്ത്രങ്ങളും മറ്റു ഉപകരണങ്ങളും അവിടെ എത്തിയാൽ പ്രവർത്തിക്കില്ല. മൊബൈൽ ഫോണുകൾക്ക് സിഗ്നലും കിട്ടില്ല. ഇടതൂർന്ന മരങ്ങൾ ഒരുക്കുന്ന കെണിയിൽ വന്ന വഴി കണ്ടുപിടിക്കുക അസാധ്യമായ കാര്യമാണ്. ചുരുക്കത്തിൽ ഇതിനുള്ളിലേക്ക് കയറുന്നവർക്ക് പുറത്തിറങ്ങുക ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ സാഹസികരായ ചില വിനോദസഞ്ചാരികൾ ഈ കാട്ടിൽ കയറി തിരിച്ചിറങ്ങിയിട്ടുമുണ്ട്. പ്ലാസ്റ്റിക് കയറുകളും ടേപ്പുകളും ഒക്കെ ഉപയോഗിച്ച് വഴി അടയാളപ്പെടുത്തിയാണ് ഇവർ കയറി ഇറങ്ങിയത്.